ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല. നമുക്ക് പെട്ടെന്നൊരു യാത്ര പുറപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട സമയം ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട്, അതായത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ UTS എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ സെൻട്രൽ ഓഫ് റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊരു ആപ്ലിക്കേഷൻ കാണാം. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ആക്സസ് എല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹോം പേജ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ലോഗിൻ ചെയ്യണം. അതായത് യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യണം. അതിനായി താഴെയുള്ള രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അതുപോലെ നിങ്ങളുടെ ജെൻഡർ, അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പേപ്പർലെസ് ആയിട്ടും പേപ്പറായിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ പേപ്പർലെസ് ആയിട്ടുള്ളതാണ് ബുക്ക് ചെയ്യുന്നത്. അതിനായി ആദ്യം കാണുന്ന പേപ്പർലെസ്, അതായത് ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ്റെ പേര് സെർച്ച് ചെയ്യുക. 5 കിലോമീറ്റർ പുറത്ത് നിന്ന് വേണം സെർച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ അകത്താണെങ്കിൽ, അതായത് സ്റ്റേഷൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിക്കില്ല. അതിനുശേഷം ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെറ്റ് ഓട്ടോമാറ്റിക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് ആ ഒരു സ്റ്റേഷൻ്റെ പേര് കൂടി സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ചെയ്ത് എറണാകുളത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ആ ഒരു എറണാകുളം ജംഗ്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഗെറ്റ് ഫീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് എത്ര രൂപയാണ് നമുക്ക് ചാർജായിട്ട് വരുന്നത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാം. മെയിലും എക്സ്പ്രസ്സിനും 65 രൂപയാണ് പറളിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള ചാർജ്. അതുപോലെ സൂപ്പർ ഫാസ്റ്റിന് 80 രൂപയും ഓർഡിനറിക്ക് 35 രൂപയുമാണ് പറളിയിൽ നിന്നും എറണാകുളത്തേക്ക് ചാർജായിട്ട് വരുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി പേയ്മെൻറ്റ് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI എന്നീ സംവിധാനത്തിലൂടെ പേയ്മെൻറ്റ് ചെയ്യാം. അതിനായി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറോ പാസ്വേഡോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ OTP സെലക്ട് ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കൊടുത്ത് താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് എന്നിവയിലൂടെയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്ത് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിനായി ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ടുകൂടി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോർട്ട് ടിക്കറ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണാൻ സാധിക്കും. ഇത് TTR വരുമ്പോൾ അവരുടെ അടുത്ത് കാണിച്ചു കൊടുത്താൽ മതിയാകുന്നതാണ്. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.